ആ കാലം കഴിഞ്ഞിനി മൂല്യന്മാരെ കാലം തന്നെ വിടല്ല. ഇനി വരുന്നത് നാടന്മാരായ മനുഷ്യന്മാരെ കാല. ഒരു വിഭാഗം വേറുണ്ടാവില്ല. ചെറിയ കുണ്ടന്മാരടക്കം ഇറങ്ങിയിട്ട് അഹ്ലുബൈത്തിന്റെ കാരണവന്മാര്, അഹ്ലുബൈത്ത് എന്ന് പറഞ്ഞാരാ? ഒരു കാലഘട്ടത്തിലെ മശായിഖാണ്. അതുകൊണ്ടല്ലേ ഓരോരുത്തരെയും നാടന്മാരെ ഇറങ്ങന്നെ. നിങ്ങളൊക്കെയാണ് ഇത് കൈകാര്യം ചെയ്യേണ്ടത്. ഇങ്ങനത്തെ ഫിത്നയും ഫസാദും ഉണ്ടാക്കി മൊയ്ലിയാര് വരുമ്പം തുറന്ന് മൊയ്ലിയാരോട് പറയാനുള്ള ചങ്കൂറ്റം നാടന്മാർക്ക് വേണം, നാട്ടുകാർക്ക് വേണം, സാധാരണക്കാർക്ക് വേണം. എന്നാലേ ഇതൊക്കെ നേരാകുള്ളൂ. അവിടുന്ന് ഈ ദീനിനെ തിരിച്ചു പിടിക്കണം. പണ്ട് റിഫായി ശൈഖിനെ ഞാനൊരു പോസ്റ്റ് കണ്ട്. ആ പോസ്റ്റ് സംഗതി ഇതാണ്: ഹസനി ഉസ്താദുമായി സംവാദത്തിന് എന്തുകൊണ്ട് മുസ്ലിം ജമാഅത്ത് ഭയക്കുന്നത്? ഒന്നാമത് അവൻ അരല്ല. പിന്നെ വേറൊന്നും പറയാനുള്ള എന്താന്ന് വെച്ചാല്, ആ മുയാരെന്നെ പറയുന്നുണ്ട്. മുയാരെന്ന് പറഞ്ഞ പറ്റി പറയാൻ പറ്റില്ല, എന്നാലും കേട്ടുപോയി. കിതാബൊന്നും പറഞ്ഞ് ഞങ്ങളെ ഭയപ്പെടുത്താൻ വരണ്ട. ഞങ്ങളെ മശായിഖന്മാർ അവരെ ഇഷ്ടത്തിൽ ജീവിക്കും. ഒരു കിതാബ് കൊണ്ടും അവരെ ചോദ്യം ചെയ്യാൻ ഒരു ജമാഅത്തുകാരനും ആയിട്ടില്ല. ഓർക്ക് വേണമെങ്കിൽ ഒരു ഗ്ലോബൽ വില്ലേജ് പോവും, മതാമകൾക്കിടയിലൂടെ നടക്കും, പിന്നെ പെണ്ണിനെ പൂച്ചനാക്കി അവതരിപ്പിക്കും, പിന്നെ അന്യ സ്ത്രീ പുരുഷന്മാരുള്ള സദസ്സിലും കല്യാണത്തിനൊക്കെ ഓല് കലർന്ന് കുത്തിരിക്കും, ഫോട്ടോ എടുക്കും, സോഷ്യൽ മീഡിയ പങ്കുവെക്കും. അതൊക്കെയാണ് ഓല പഠിപ്പിക്കുന്നത്. അങ്ങനത്തെ ഒരു കിതാബുകൾ ഉണ്ടാവുക. അതുകൊണ്ട് മുസ്ലിം ജമാഅത്തിന്റെ കയ്യിലുള്ള ദീനാണ്. അതൊന്നും യാതൊരു ബന്ധവുമില്ല. പിന്നെ നമ്മളെങ്ങനെ പോയിട്ട് ഇതിന് പോവാ, സമാധാനത്തിന് പോവാ? കാരണം ഓർക്ക് ഓരോ സേക്കൂടി ഉണ്ടാക്കി കൊടുത്ത് മഷായിഖന്മാരുടെ ബുക്ക് ഉണ്ടല്ലോ. ആ മറ്റേ മഷായിഖ് ഉണ്ടല്ലോ, ഗൾഫിൽ വേറെ നാട്ടിൽ വന്നാൽ പുറപ്പെട്ട് പോകണ മഷായിഖ് ഉണ്ടല്ലോ, അതുണ്ടാക്കുന്ന ബുക്കാണ് ഓരോരുത്തില്ല. നമ്മളുടെ അങ്ങനല്ല, പരിശുദ്ധ ദീന നമ്മൾ എടുത്തുള്ളത്. അതിനുള്ള മറുപടി ഉണ്ടല്ലോ, ഓലെന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ സുഖമാണ്, നമ്മൾക്ക് മറുപടി പറയേണ്ട ആവശ്യമില്ല. കാരണം ഓല് പരിപാടി കഴിഞ്ഞാൽ മറുപടി ഒരിക്കലും മറുപടി ഓലെന്നെ പറയുന്നുണ്ട്. അതൊന്ന് ഇതാക്കേണ്ട പ്രശ്നമുള്ളൂ, മുന്നിൽ കിട്ടിരിക്കേണ്ട പ്രശ്നമുള്ളൂ. നമുക്ക് ആ പണിയാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ആ കാലം കഴിഞ്ഞിനി മൂല്യന്മാരെ കാലം തന്നെ വിടല്ല. ഇനി വരുന്നത് നാടന്മാരായ മനുഷ്യന്മാരെ കാല. ആ വഴിയിൽ അവരെത്തിയപ്പോ അവര് തന്നെ പറയുന്നത് കാണാം. ഞാനിങ്ങനെ ഓർത്ത് ചിരിക്കാറുണ്ട്. പഴയ കാലത്ത് ത്വരീഖത്ത് ക്ലാസ് എടുത്തതും പഴയ കാലത്ത് മശായിഖിനെ കുറിച്ച് പറഞ്ഞതൊക്കെ ഓർത്ത് ഞാൻ ചിരിക്കാറുണ്ട്. അത്രയും പൊട്ടത്തരായിരുന്നു എന്നർത്ഥം. ഇവനീ പറയുന്നത് എന്താ അറിയോ? ഇവനും പഴയ കാലത്ത് പലതും ഓർത്ത് ചിരിക്കാറുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. പഴയ ഒരു ചരിത്രം. ആ കാലം കഴിഞ്ഞിനി മൂല്യന്മാരെ കാലം തന്നെ വിടല്ല. ഇനി വരുന്നത് നാടന്മാരായ മനുഷ്യന്മാരെ കാല. ഒരു വിഭാഗം വേറുണ്ടാവില്ല. ചെറിയ കുണ്ടന്മാരടക്കം ഇറങ്ങിയിട്ട് അഹ്ലുബൈത്തിന്റെ കാരണവന്മാര്, അഹ്ലുബൈത്ത് എന്ന് പറഞ്ഞാരാ? ഒരു കാലഘട്ടത്തിലെ മശായിഖാണ്. അപ്പൊ നമ്മളിടുന്ന ക്ലിപ്പൊക്കെ ഓരോ തെറ്റുകളുണ്ട്, ഓല് കാണുന്നുണ്ട്. പിന്നെ ഇയാള് പറഞ്ഞ ഈ കുണ്ടന്മാരെന്നുണ്ടല്ലോ, ആ വാർത്തകളെന്നിട്ട് ഇയാളുണ്ട്. അത് ആരാന്നുള്ളത് ഞാൻ പറയുന്നില്ല. കാരണം നിങ്ങളെ വലിയ ഷേഖിന്റെ മുരീതുണ്ടല്ലോ, 27 റോക്കറ്റ് വിട്ടെ, ആളെ പേര് ഞാൻ പറഞ്ഞില്ല. പക്ഷെ അല്ല, മഷാഹിന് നിർദ്ദേശം കിട്ടിയാൽ ഉറപ്പാണ് ഞങ്ങൾ വീഡിയോ പുറത്തുതരും. ആ കാലം കഴിഞ്ഞിനി മൂല്യന്മാരെ കാലം തന്നെ വിടല്ല. ഇനി വരുന്നത് നാടന്മാരായ മനുഷ്യന്മാരെ കാല. നിങ്ങളല്ല ഈ ഫിത്തന മുഴുവണ്ടാക്കിയത്. ആ ഉപ്പര് പറഞ്ഞു, നിങ്ങള് ഇന്നെ ഈ ശംസുല്ലമനെ എന്തിനാ കെറ്റിയത്? നിങ്ങൾ നോക്കിന സ്റ്റേജിൽ കുത്തിരിക്കണ പലരോടുവാ. അത് നിങ്ങളെന്ന് മുപ്പര് പറയണം. മുപ്പർക്ക് ആരാന്നറിയാലോ, പുറത്ത് പറയാൻ പറ്റൂല. എന്ത് സോഹിബുൽ വക്കറ്റാ ചങ്ങായേജ്? എന്ത് കുത്തുബാജ്? ഈയാണോ ലോകം നിയന്ത്രിക്കുന്ന ആള്? പച്ചക്കളവ് പറയാ കോമാട. അന്നത്തെ കോമാടിനെ വെല്ലുവിളിച്ചാണ്. അന്നത്തെ സമസ്ത മുഷാവറയിൽപ്പെട്ട ഒരു പണ്ഡിതൻ ആ വേദിയിലിരിക്കണ എനിക്ക് മനസ്സിലാൻ കഴിയോ? ഇജി പറയണത് ശരിയാണെന്നുണ്ടെങ്കിൽ സമസ്ത പിളർന്ന ആ കാലത്ത് ഉള്ള ഒരു പണ്ഡിതന് ഇവിടെ വേണ്ട കോമാടാ. എന്താ എന്റെ തലന്റെ ഉള്ളിൽ ഒന്നുമില്ല. ആ കാലം കഴിഞ്ഞിനി മൂല്യന്മാരെ കാലം തന്നെ വിടല്ല. ഇനി വരുന്നത് നാടന്മാരായ മനുഷ്യന്മാരെ കാല. സുലൈമാൻ ഉസ്താദ് പാടാൻ നിൽക്കട്ടെ. അപ്പൊ നമ്മളെ ആളാണ്, നമ്മളെ ഉസ്താദാണ്. ആരായി പറയുന്നത്? നൗഷാദ്. സുലൈമാൻ ഉസ്താദ് അന്നെ കുറിച്ച് പറയുന്നുണ്ട്. അത് ഞാൻ ഇവിടെ കേൾപ്പിക്കും. അപ്പൊ അറിയാം ആരാളാണ് നീ എന്നുള്ളത് കേട്ടോ. അതിലെനിക്ക് ഞാൻ വരും. ഇപ്പൊ ഇവിടെ വലിയൊരു വെല്ലുവിളി നടത്തുകയാണ്. എന്നാലും നമുക്ക് ആ വെല്ലുവിളി ഒന്ന് കേട്ടോക്കാം. എന്നാൽ എന്റെ ശൈഖും എന്റെ ഗുരുവുമാണ് എന്ന് പറഞ്ഞ കാന്തപുരം ഉസ്താദ് പറഞ്ഞാൽ അംഗീകരിക്കാൻ തയ്യാറാണോ? തീർച്ചയായിട്ടും. ഒറ്റ ചോദ്യം ചോദിച്ചവർക്ക് മറുപടി പറയാൻ കാണില്ല. യൂട്യൂബർമാരൊക്കെ എത്ര ഉണ്ട്? യൂട്യൂബർമാരാണ് ഇപ്പൊ വെല്ലുവിളിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും വന്നത്, അറിയോ? കാരണം ഇവന്മാർക്കെതിരെ യൂട്യൂബിൽ തന്നെ ഞാനൊരു 50-ലധികം വീഡിയോ ചെയ്തിട്ടുണ്ടാവും. 50-ലധികം ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമ്മൾ വേണമെങ്കിൽ ഒരു യൂട്യൂബർ ആയിട്ട് കണക്കൂട്ടാം. ആ കാലം കഴിഞ്ഞിനി മൂല്യന്മാരെ കാലം തന്നെ വിടല്ല. ഇനി വരുന്നത് നാടന്മാരായ മനുഷ്യന്മാരെ കാല. ഇവൻ കള്ളനാണെന്നുള്ളത് എല്ലാവർക്കും ബോധ്യപ്പെടും വിധത്തില്
പടച്ച റബ്ബ് ഓനെ ഗ്ലോബൽ വില്ലേജിലാണ് കൊണ്ടുപോയിട്ടു. വൈലത്തൂർ പാപ്പ പറഞ്ഞല്ലോ ഓൻ ലോക കള്ളനാണ് എന്നുള്ളത്. അപ്പോൾ ഗ്ലോബൽ വില്ലേജിൽ തന്നെ പടച്ച റബ്ബ് ഓനാണ് കൊണ്ടുപോയിട്ടു. അവിടെ പോയത് എങ്ങനെ? ആ പോയതാ രസം. ക്രിക്കറ്റ് കളിക്കാരെ തൊപ്പിയൊക്കെ ഇട്ടാണ്ട്, അതായത് ഇങ്ങനെയാണ് ഇപ്പോൾ പോണത്. ഞാനുണ്ട് അതേ ഇവന് കേരളത്തിലെത്തിയാൽ എങ്ങനെയൊക്കെ ഓന് ഇങ്ങനെയൊക്കെ. ഇതിപ്പോ ഈ മുണ്ടിപ്പതിന് തികയില്ല, പക്ഷെ ഓൻ്റെ ഒരു 4-5 മീറ്ററൊക്കെ ഉണ്ടാവും തോന്നേ. ഇങ്ങനെയൊക്കെയാണ് ഓന്. എന്നിട്ട് പിന്നെ പോരാത്തിന് ഇങ്ങനെ അന ശൈഖുൻ അന വലിയുൻ. സുഹൃത്തുക്കളെ, ഇവൻ കള്ളനാ.